വിശദമായി സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായ പരിപാടികളിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കണമെന്നും ദേശീയ പതാക ഉയർത്തണമെന്നും നിർദ്ദേശിച്ച് ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് പുറത്തിറങ്ങി. ഘർ ഘർ തരംഗ് പ്രചരണാർത്ഥം ഓഗസ്റ്റ് 9 മുതൽ 17 വരെ നടക്കുന്ന പരിപാടികളിൽ ഇത് നിർബന്ധമാക്കിയുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവ് ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് സെക്രട്ടറിയുടെ സർക്കുലർ. ദേശീയ ഗീതമായ വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് ക്രിമിനൽ കുറ്റമാക്കുന്ന നിയമ ഭേദഗതി പാർലമെന്റ് പാസാക്കിയിരുന്നു. നേരത്തെ ഒഴിവാക്കിയ വരികളടക്കം വന്ദേ മാതരത്തിലെ മുഴുവൻ ഭാഗങ്ങളും പാടണമെന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ്. ഇത് അതേപടി പാലിക്കണമെന്ന് നിർദ്ദേശിച്ചാണ് ചീഫ് സെക്രട്ടറിയുടെ വിവാദ സർക്കുലർ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഈ സർക്കുലർ പുറത്തിറക്കി സംസ്ഥാന സർക്കാർ സംഘപരിവാറിന് കീഴടങ്ങിയെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. നേരത്തെ ഇല്ലാത്ത വാദമുയർത്തി സംസ്ഥാന സർക്കാർ പൂർണ്ണമായി കേന്ദ്ര സർക്കാരിന് കീഴടങ്ങിയിരിക്കുകയാണ്. പുതിയ സർക്കാർ ചുമതലയേറ്റെടുക്കുന്ന ചടങ്ങിൽ തന്നെ ഇക്കാര്യം പ്രകടമായെന്നുമാണ് പിണറായി വിജയന്റെ ആരോപണം. വന്ദേമാതരം മുഴുവനായിട്ട് ചൊല്ലുക എന്നുള്ളത് RSSന്റെ നയമാണ്, RSSന്റെ അജണ്ടയാണ്. അതിന് പൂർണ്ണമായിട്ട് കീഴ്പ്പെടുന്ന അവസ്ഥ ഇവിടുത്തെ ഗവൺമെന്റ് കാണിച്ചു. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ ദേശീയ ഗാനം മാത്രമല്ല വന്ദേമാതരം മുഴുവനായിട്ട് ചൊല്ലണമെന്ന് പറയുന്നു എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഗൗരവമായ കാര്യമാണ്. അത് RSS നയമാണ്, നമ്മുടെ രാജ്യം അംഗീകരിച്ചതല്ല. ഈ വിവാദ ഉത്തരവ് സംസ്ഥാന സർക്കാരിനെ ഏറെ കുഴയ്ക്കുകയാണ്. തീരുമാനം തിരുത്തേണ്ടി വരുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വന്ദേമാതരത്തിന്റെ പൂർണ്ണ രൂപം ചൊല്ലണമെന്ന ഉത്തരവ് ഇറങ്ങിയത് അറിഞ്ഞില്ലെന്നതാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പാലക്കാട് പ്രതികരിച്ചത്. ഇത് സംബന്ധിച്ച് പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. സംസ്ഥാനത്ത് സംഘപരിവാറിന് പുതിയ സർക്കാർ കീഴ്പ്പെടുന്നു എന്ന ആക്ഷേപം CPM ഒക്കെ ഉന്നയിക്കുന്നതാണ്. തുടക്കത്തിൽ തന്നെ സർക്കാരിൻ്റെ ചുമതല ഏറ്റെടുക്കൽ ചടങ്ങിൽ തന്നെ വന്ദേമാതരം ആലപിച്ചത് വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ ഈ ഉത്തരവ് ഇറങ്ങുന്നതോടുകൂടി സർക്കാർ എങ്ങനെ പ്രതിരോധിക്കും? ഉത്തരവ് പിൻവലിക്കേണ്ടി വരില്ലേ? സൈത്ത്, സർക്കാരിൻ്റെ തുടക്കകാലം മുതൽ തന്നെ വിവാദമായിരുന്നു. ആദ്യം സത്യപ്രതിജ്ഞയ്ക്ക് ഇത് പൂർണ്ണമായി ചൊല്ലുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ തന്നെ വിവാദം ഉയർന്നു വന്നതാണ്. പക്ഷേ അപ്പോൾ പറഞ്ഞത് അതേക്കുറിച്ച് അറിയില്ലായിരുന്നു എന്നതാണ്. പിന്നീട് നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് നിയമസഭയിലും ഇത് ആലപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോഴും പൂർണ്ണമായി തന്നെയാണ് ആലപിച്ചത്. ഇപ്പോൾ ഇതാ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു. ഈ ഉത്തരവ് പിൻവലിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് സൈത്ത്. കാരണം ഇത് പാർലമെൻറ്റിൽ നിയമമാക്കുകയും വന്ദേമാതരം പാടുന്നത് തടസ്സപ്പെടുത്തിയാൽ 3 വർഷം വരെ ശിക്ഷ ലഭിക്കുന്ന തരത്തിലേക്കുള്ള ഭേദഗതികൾ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഇനി എന്ത് നടപടി എന്നതാണ്. പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന ഒരു കാര്യമാണ് പറയുന്നത്. ചീഫ് സെക്രട്ടറി ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയത് അറിഞ്ഞില്ല എന്ന് ആഭ്യന്തരമന്ത്രി പറയുന്നുണ്ട്. ഇതിൽ മുഖ്യമന്ത്രിയാണ് ഇനി മറുപടി പറയേണ്ടത്. ഏത് തരത്തിലായിരിക്കും ഈ കാര്യം കൈകാര്യം ചെയ്യാൻ പോവുക എന്നത്. പക്ഷേ ഇതുവരെയുള്ള ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് സർക്കാരിൻ്റെ ഈ സമയം വരെയുള്ള നീക്കം. കാരണം ഏതെങ്കിലും തരത്തിൽ അത് വേണ്ട എന്ന് വെക്കുന്നതിന് വേണ്ടിയുള്ളൊരു നടപടി ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. മാത്രമല്ല പ്രതിപക്ഷം ഇത് ശക്തമായി ഉയർത്തിക്കൊണ്ടുവരികയാണ്. പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ ഇന്നത്തെ വാക്കുകൾ, അത് ഈ വിവാദ ഭാഗങ്ങൾ, അത് ഒരു വിഭാഗം ജനങ്ങളെ അസ്വസ്ഥരാക്കുന്നതാണ്. കാരണം ഈ ഹൈന്ദവ ദൈവങ്ങളെ മാത്രം വലിയ തോതിൽ പ്രശംസിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു കീർത്തനം എന്ന രീതിയിൽ തന്നെയൊക്കെ നമുക്ക് വിവക്ഷിക്കാവുന്ന തരത്തിലുള്ള പദപ്രയോഗങ്ങളാണ്. അതിൽ മറ്റ് രാജ്യത്തെ ഒരു മതേതര സ്വഭാവം, അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് വിഷമമുണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സമയം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ആ ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വന്ദേമാതരം ആലപിക്കുന്ന ഒരു രീതിയുള്ളത്. പക്ഷേ അതിനാണ് കേന്ദ്ര സർക്കാർ മാറ്റം കൊണ്ടുവന്നത്. അത് പൂർണ്ണമായി ആലപിക്കണം എന്ന തരത്തിലുള്ള, അത് തീർച്ചയായും ഒരു ഹൈന്ദവ സ്വഭാവമുള്ള ഗാനമായി മാറും. ആ വരികൾ കൂടി വന്നാൽ അതിൽ ലക്ഷ്മിയൊക്കെ സ്തുതിക്കുന്ന തരത്തിലാണ് അതിലെ വരികൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മറ്റു മതവിഭാഗങ്ങൾക്ക് ഇന്ത്യയുടെ ഒരു മതേതര കാഴ്ചപ്പാടുണ്ട്, അതിന് വിഘ്നം വരുന്ന തരത്തിലുള്ള ഒരു നടപടിയാകും എന്ന വിവാദം ഉയർന്നു വരുന്നത്. ഇതിൽ സർക്കാർ നിലപാട് സ്വീകരിക്കണം. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഉത്തരവ് പിൻവലിക്കുമോ എന്നത് വ്യക്തതയിൽ ഉള്ള കാര്യമല്ല സൈത്ത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് പ്രതിരോധത്തിലാക്കുന്ന ഒരു വലിയ വെല്ലുവിളി കൂടിയാണിത്. വന്ദേമാതരം, പ്രത്യേകിച്ച് പ്രതിപക്ഷം ഇത് വലിയ പ്രചരണ വിഷയമായി ഏറ്റെടുത്തു കഴിഞ്ഞു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായ പരിപാടികളിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്നതാണ് ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയ ഈ ഉത്തരവിൽ പറയുന്നത്.
സ്വാഭാവികമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിർദ്ദേശം പാലിക്കണമോ പാലിക്കാതിരിക്കാനോ സംസ്ഥാനത്തിന് സ്വാതന്ത്ര്യമുണ്ടെന്നിരിക്കെ ഇക്കാര്യത്തിൽ ഇത്തരമൊരു നടപടി ഉണ്ടാവുകയാണ്. ഗവർണർ അടക്കം പങ്കെടുക്കുന്ന പരിപാടിയിൽ വന്ദേ മാതരം ആലപിക്കണം. ഇതൊരു നേരത്തെ ഉണ്ടായ ഒരു കീഴ്വഴക്കമാണ്. അതിൻ്റെ ഭാഗമായി ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ ഇതൊക്കെ ഉൾപ്പെടുത്തി വരുന്നുണ്ട്. അത് ചില ഘട്ടങ്ങളിൽ അത് നിഷേധിക്കാനും സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കെയാണ് ഇപ്പോൾ ഇത്തരമൊരു സർക്കുലർ പുറത്തിറക്കുന്നത് എന്നതാണ്. അത് സംഘപരിവാറിന് കീഴടങ്ങിയതാണ് എന്ന പ്രതിപക്ഷ വിമർശനമുണ്ട്. സർക്കാർ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യും, എങ്ങനെ ഈ ഉത്തരവിറങ്ങി, ആരുടെ അറിവോടെ ഉത്തരവിറങ്ങി, ആഭ്യന്തരമന്ത്രി അടക്കം വിശദീകരിക്കുന്നത് ഇക്കാര്യം അറിഞ്ഞിട്ടില്ല എന്ന കാര്യമാണ്. അപ്പോൾ മുഖ്യമന്ത്രിക്കടക്കം ഇക്കാര്യത്തിൽ വിശദീകരിക്കേണ്ടി വരും. എങ്ങനെ ഇറങ്ങി ഉത്തരവ്, വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന വാദം സംസ്ഥാന സർക്കാർ എങ്ങനെ ഉന്നയിക്കും? ഇത് സംഘപരിവാറിൻ്റെ ഒരു പ്രഖ്യാപിത നയമല്ലേ, അത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുകയല്ലേ ചെയ്യുന്നത് തുടങ്ങിയ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന നീക്കങ്ങൾ കൂടിയായി ഇത് മാറുകയും ചെയ്യുമെന്നതാണ് സാഹചര്യം. അത് സംസ്ഥാനത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച്, സർക്കാരിനെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയായി മാറുകയാണ്. വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്നാണ് ഇക്കാര്യത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഈ സർക്കുലറിലൂടെ ആവശ്യപ്പെടുന്നത്. അതുണ്ടാക്കുന്ന വെല്ലുവിളി ഒട്ടും ചെറുതല്ലതാണ്. വിനോദ, ഒരു കാര്യം കൂടിയുള്ളത്, ഇതിൽ സർക്കാർ പിൻവലിക്കുമോ ഇല്ലയോ എന്നത് ആഭ്യന്തരമന്ത്രി അടക്കം ഞങ്ങളിത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ സർക്കാരിലെ ഒരു വിഭാഗം ഞങ്ങളുടെ പങ്കോടെയല്ല ഇത് എന്ന വാദം ഉയർത്തുക കൂടിയാണോ ചെയ്യുന്നത്? യെസ്, വിനോദിലേക്ക് വരാം. കെ അനിൽകുമാർ, CPM സംസ്ഥാന സമിതി അംഗം നമുക്കൊപ്പം ചേരുന്നു. ശ്രീ അനിൽകുമാർ, വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന് സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയാണ് ഉത്തരവിറങ്ങിയിരിക്കുന്നത്. ഇത് അറിഞ്ഞിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി അടക്കം പറയുന്നു. മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടുമില്ല. താങ്കൾ കരുതുന്നോ ഇത് സർക്കാരിൻ്റെ പൂർണ്ണ അറിവോടെ കൂടി തന്നെയാണ് ഇത്, അതല്ലാതെ ഒരു ഉദ്യോഗസ്ഥ തീരുമാനമല്ല എന്ന് തന്നെയാണോ നിങ്ങളുടെ വിലയിരുത്തൽ? ലഫ്റ്റനന്റ് കേൽക്കറെയാണ് താക്കോൽ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആ താക്കോൽ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് BJP പിൻസീറ്റ്. ശ്രീ അനിൽകുമാർ തുടരാം, ഫോൺ ക്ലിയർ ആവുന്നില്ല. ശ്രീ അനിൽകുമാറിൻ്റെ ഫോൺ ബന്ധത്തിൽ ചെറിയ പ്രശ്നങ്ങൾ നേരിടുന്നു. എന്തായാലും അദ്ദേഹം പറഞ്ഞു വന്ന ഇതാണ്. രത്തൻ ഖേൽക്കർ, രത്തൻ ഖേൽക്കർ പഴയ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെയാണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രതിഫലനം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നു. സംഘപരിവാർ കേന്ദ്ര സർക്കാരുമായ ലൈസൺ ഇതിൽ നടക്കുന്നു എന്നതാണ്. വിനോദ്, CPM അടക്കം ഉന്നയിക്കാൻ പോകുന്ന ആക്ഷേപം നമ്മൾ മനസ്സിലായി കഴിഞ്ഞു. ഇതിൽ മുഖ്യമന്ത്രിക്കടക്കം വിശദീകരിക്കുമ്പോൾ പ്രതിസന്ധി ഉണ്ട്. താങ്കളിത് അറിഞ്ഞിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി അടക്കം പറയുമ്പോൾ സർക്കാരിലെ ഒരു വിഭാഗം ഞങ്ങൾക്കിതിൽ പങ്കില്ലെന്ന വാദം കൂടി ഉയർത്താനാണോ? അങ്ങനെയെങ്കിൽ ഈ തീരുമാനം ഭരണമുന്നണിയിൽ തന്നെ ഒരു തർക്കത്തിനിട വയ്ക്കുമോ? സൈത്ത്, തീർച്ചയായും ഇതിൻ്റെ രാഷ്ട്രീയ തലം പരിശോധിക്കുമ്പോൾ കുറച്ചുകൂടി പിന്നോട്ട് പോകണം. കാരണം കഴിഞ്ഞ ഇടത് സർക്കാർ അത് മുസ്ലിം പ്രീണനം വലിയ തോതിൽ നടത്തുന്നു എന്ന ആരോപണം ഉണ്ടാകുന്നു. അവിടെയാണ് വിനോദ്, ഞാൻ ഒന്നുകൂടി ഇടപെടുകയാണ്. ശ്രീ കെ അനിൽകുമാർ നമുക്കിപ്പം ഫോണിലുണ്ട്. ശ്രീ അനിൽകുമാർ, താങ്കൾ പറഞ്ഞു വന്നത് രത്തൻ കേൽക്കറിന്റെ താല്പര്യം അവിടെ പ്രതിഫലിച്ചു എന്നാണോ? അതെ, രത്തൻ കേൽക്കർ താക്കോൽ സ്ഥാനത്തിരുന്നുകൊണ്ട് BJP പിൻസീറ്റ് ഭരണം നടത്തുന്ന ഒരു ഗവൺമെന്റാണെന്ന് കേരളം ഭരിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ 62 ലക്ഷം വീടുകളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ പദ്ധതി അത് അവസാനിപ്പിക്കുന്നതിന് വസ്തുതാപരമല്ലാത്തൊരു കാര്യം അതിൽ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ അവർ നൽകേണ്ട നാമമാത്രമായ തുക നിഷേധിക്കുമെന്ന് ഭയപ്പെട്ടിട്ടാണ് ഞങ്ങൾ അതിൽ നിന്ന് പിൻവാങ്ങുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ്. ഇന്ത്യ രാജ്യത്ത് നടന്നിട്ടുള്ള ഏറ്റവും ശക്തിമത്തായ ഒരു ദേശീയ പ്രശ്നത്തിന്റെ പരിഹാരം എന്ന നിലയ്ക്കാണ് വന്ദേമാതരം എന്ന പേരിൽ 1875 ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ നോവലിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പദ്യശകലത്തിന്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തിയത്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീരുമാനമാണ്. എന്തെങ്കിലും രാഷ്ട്രീയമായി ചരിത്രബോധമുള്ളൊരു നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇപ്രകാരം ഉണ്ടാകുമായിരുന്നു. എന്തെങ്കിലും ഒരു ചരിത്രബോധം നമ്മുടെ നാടിന്റെ പ്രധാനമന്ത്രിക്ക്, മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഉണ്ടോ? എന്താണ് നെഹ്റുവിന്റെ നിലപാട്? ജവഹർലാൽ നെഹ്റുവിന്റെ ഇടതുപക്ഷമാണ്, നെഹ്റുവിയൻ ഇടതുപക്ഷമാണ് താനെന്ന് അഭിമാനിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക്, നെഹ്റുവിയൻ ഇടതുപക്ഷമെന്ന് അഭിമാനിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും തരത്തിൽ പറയാൻ കഴിയുന്ന കാര്യമാണോ ചെയ്തിരിക്കുന്നത്? കോൺഗ്രസിന്റെ ചരിത്രത്തെ തന്നെ വെല്ലുവിളിക്കുകയാണ് ഇതുവഴി VD സതീശൻ ചെയ്തിരിക്കുന്നത്.
ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവുണ്ട്, അതുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളും രാഷ്ട്രീയമായ എതിർപ്പുണ്ടെങ്കിലും ഇത് ബാധകമാണ് എന്നൊരു വാദം സർക്കാർ ഉയർത്തുന്നുണ്ട്. ഔദ്യോഗികമല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, എന്നിരുന്നാൽ കൂടിയും ആ വാദത്തിൽ കഴമ്പില്ലേ യഥാർത്ഥത്തിൽ? അത്തരമൊരു നിലപാടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ പറയട്ടെ. നിങ്ങൾ വന്ദേമാതരം ആലപിക്കാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചെന്ന് പറയട്ടെ. നമ്മളൊരു പരിപാടിയിൽ വന്ദേമാതരം ആലപിച്ചില്ലെങ്കിൽ ആ പരിപാടി നടത്താൻ പാടില്ല എന്ന രാജ്യത്തെ നിയമമുണ്ടോ? ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി, രാഷ്ട്രപതി പങ്കെടുക്കുന്ന പരിപാടി, ചീഫ് ജസ്റ്റിസ് പങ്കെടുക്കുന്ന പരിപാടി, അത് ഭരണഘടനാ പദവിയിലുള്ളവർ പങ്കെടുക്കുന്ന പരിപാടിയാണ്. മുഖ്യമന്ത്രിക്ക് അത് ബാധകമല്ല, മന്ത്രിമാർക്കത് ബാധകമല്ല, സ്കൂളുകൾക്കത് ബാധകമല്ല. അപ്പൊ ബാധകമല്ലാത്തടത്ത് കൂടി അത് ബാധകമാക്കുന്ന നിലയാണ് ഇപ്പൊ സ്വീകരിച്ചിരിക്കുന്നത്. അത് രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ്, മോദി സ്തുതിയാണ്. പുനർജനി അടക്കമുള്ള കാര്യങ്ങളിൽ VD സതീശന് സഹായകരമായ വിധം അന്വേഷണം അട്ടിമറിക്കുന്നതിന് പ്രതിഫലമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ചോദ്യം ചെയ്യാനുള്ള ശേഷി AICCക്കില്ല. ഇത് ചോദ്യം ചെയ്യാനുള്ള ശേഷി മുസ്ലിം ലീഗിനുമില്ല. ശരി, ഇതിലെ മുസ്ലിം ലീഗിന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ കാസർഗോഡ് സ്കൂളുകളിലെ ക്വിസ് പരിപാടിയിൽ സവർക്കറെ വീരപുരുഷനായി കാണിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇക്കാര്യത്തിൽ. ഇതൊക്കെ സ്വാഭാവികമായി പറ്റുന്ന ചില പിഴവുകളാണോ, അങ്ങനെയാണോ നിങ്ങൾ സംശയിക്കുന്നത്? സ്വാഭാവികമായി പിഴവുകളല്ല, ഇത് മുസ്ലിം ലീഗിന്റെ പാഠശാലയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സിലബസാണ്. ആ സിലബസ് നടപ്പാക്കിയെന്ന് മാത്രം കണ്ടാൽ മതി. ഇതൊന്നും പുതിയ കാര്യങ്ങളല്ല. ഇതിലപ്പുറം ചെയ്യുന്നൊരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. ശരി, വളരെ നന്ദി. താങ്കളുടെ അഭിപ്രായം. CPMന്റെ പ്രതിപക്ഷത്തിന്റെ നിലപാട് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് കൂടി ഇക്കാര്യത്തിൽ സംഘപരിവാറിന് കീഴടങ്ങുന്നു എന്ന വാദം ഉയർത്തിയിട്ടുണ്ട്. ഞങ്ങൾ കോൺഗ്രസ് കേന്ദ്രങ്ങളുടെ കൂടി പ്രതികരണത്തിന് ശ്രമിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കളെ കൂടി ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ അവരെ ഫോണിൽ ലഭ്യമാവുന്നില്ല. എന്തായാലും സർക്കാരിന് ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടി വരും. എന്തായാലും ഈ വിഷയത്തിൽ ഇന്നത്തെ ചോദ്യത്തിന് ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം, രമേശ് ചെന്നിത്തല താൻ ഈ ഉത്തരവിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, ഇക്കാര്യം പരിശോധിക്കാം എന്നതാണ് പറഞ്ഞത്. സർക്കാരിലെ പ്രധാനിയാണ് അദ്ദേഹം. അപ്പോൾ ഇതിൽ സംഭവിച്ചത് എന്താണ്, ഉത്തരവ് തിരുത്തുമോ എന്ന ചോദ്യമാണ്. കാരണം രാഷ്ട്രീയപരമായി ന്യായീകരിക്കാൻ, പ്രതിരോധിക്കാൻ ഏറെ പാടുപെടുന്ന കാര്യം കൂടിയാണിത്. ഇതിനിടയിലാണ് കാസർഗോഡ് മഞ്ചേശ്വരം ഉപജില്ലയിൽ സ്കൂളുകളിൽ ക്വിസ് പരിപാടിക്കിടെ സവർക്കറെ വീരപുരുഷനായി സ്വാതന്ത്ര്യ സമര സേനയായി പറഞ്ഞുകൊണ്ടുള്ള ഒരു ചോദ്യം ഉൾപ്പെട്ടിരിക്കുന്നത്. നേരത്തെ കേന്ദ്ര സർക്കാരിൻ്റെ സിലബസുകളിലൊക്കെ സമാന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ അന്നൊക്കെ രാഷ്ട്രീയമായി എതിർത്തിരുന്നതാണ് UDFും കോൺഗ്രസും ഒക്കെ. ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാരിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ ഇത്തരം ഒരു ചോദ്യം പ്രത്യക്ഷപ്പെടുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന കാര്യം കൂടി ഉയരുകയാണ്. എന്തായാലും ഇതിൽ നടപടിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രി എന്ന കാര്യം കൂടി നമുക്ക് പുതിയ വിവരമായി പുറത്തു വരുന്നുണ്ട്.